എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നലെ വിശേഷങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ, ഒരു യാത്രയിലായതുകൊണ്ടാണ്. അപ്പൊ എന്താണെങ്കിലും ഇന്ന് മുതൽ കൃത്യസമയത്ത് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്നത് ബാലൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് കടയിലിരിക്കുകയാണ്. ഈ സമയത്ത് രാമേട്ടൻ വന്നിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ ബാലൻ അതൊക്കെ എഴുതിയെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആകാശിന്റെ വരവ്. ആകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് സഹിച്ചില്ല. ബാലൻ പറഞ്ഞു, രാമേട്ട ഇത് സത്രമൊന്നും അല്ല, നിങ്ങളോട് പറഞ്ഞേക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ ഇങ്ങനെ നോക്കി ബാലിനെ. പിന്നീട് പറഞ്ഞു, അച്ഛാ എനിക്കത് അത്യാവശ്യമായിട്ട് പോകേണ്ട വന്നോണ്ടാ എന്നൊക്കെ പറയാണ്. അതിന് ആര് പറഞ്ഞു പോവല്ലെന്ന്? നീ എന്തൊക്കെയാ പറഞ്ഞേ? പെട്ടെന്ന് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണോടാ പെട്ടെന്ന് വരുന്നതെന്ന് ചോദിക്കുക. അത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കാനൊക്കെ നിർബന്ധിച്ചു. അങ്ങനെ പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്ന കാര്യമാണോ അച്ഛാ? അതുകൊണ്ടാന്ന് പറയണം. പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല പോലും. എടാ നീ ആയിട്ട് നിന്റെ വില കളയില്ലെന്ന് പറയണം. ഇത് കേട്ടിനിപ്പോ ആകാശ് പറഞ്ഞു, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഭയങ്കര വിലയല്ലേ ഉള്ളത് എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞാൽ ബാലൻ പറഞ്ഞു, നീ എന്താടാ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. രാമേട്ടനും ധർമ്മനും കൂടെ അപ്പത്തിനും ഓടി വന്നിട്ട് പറഞ്ഞു, അതെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ദേ ആകാശെ നീ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധർമ്മൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ആ സമയം ബാലൻ ധർമ്മേട്ടനോട് പറഞ്ഞു, ബാലൻ ആ രാമേട്ടനോട് പറഞ്ഞു, ദേ കേട്ടില്ലേ പറഞ്ഞ അവന്, അവൻ എന്ത് ധൈര്യം ഉണ്ടാക്കിട്ട് എങ്ങനെയൊക്കെ പറയണേ? അവൻ എന്റെ നേരെ നോക്കി തറുതല പറയാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ എന്നാ തല പൊങ്ങിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്നങ്ങോട്ട് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് മിത്ര മുറിയിലേക്ക് എന്നിട്ട് ആന്റെ ബാഗിനകത്തുനിന്ന് ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തു വെക്കണം. ആ സമയത്താണ് ആ ഒരു കാര്യം കാണുന്നത്. അതിനകത്തൊരു കത്തി ഇരിക്കുന്നു. കത്തിയോ? ഇതെന്തിനാ പോലും ഈ കത്തി? ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും അങ്ങോട്ട് മിത്രയ്ക്ക് മനസ്സിലാകുന്നില്ല. മിത്ര കുറെ സമയം ആലോചിച്ചു, ഈ കത്തി എന്തിനാ വെച്ചോണ്ടിരിക്കണേ? ഇനിയിപ്പോ ആരെങ്കിലും ഇല്ലാതാക്കാനാണോ? അങ്ങനെ വല്ല സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ? മിഥുന്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ. അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായി മനസ്സിൽ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു സാവിത്രിയമ്മയുടെ മനസ്സ് നിറയുണ്ടായിരുന്നേ. കാരണം എന്തൊക്കെയാവും എങ്ങനെയാവും എന്നറിയത്തില്ല. ആ ആധാരത്തിന്റെ കാര്യം ഇനിയിപ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോഴത്തേന് ഇവിടെ ഒരു ഭൂകമ്പം നടക്കും. അപ്പോഴേക്കുമാണ് അലോക് അങ്ങോട്ട് കയറി വരുന്നേ. അലോക് വന്നിട്ട് ചോദിച്ചു, അല്ല എന്തിയെ ആധാരം എന്തിയെന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ ഇവിടെ ഇല്ല മോനെന്ന് പറയണ. ഇല്ലേ? ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പൊ ആധാരം വേണമെന്ന് പറയണം. അതില്ലാന്ന് പറഞ്ഞല്ലോ. ഇല്ലില്ലേ, എന്നാ നിങ്ങളെ ശരിയാക്കിയിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സാവിത്രിയമ്മയുടെ കഴുത്തിന് കയറി അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. സാവിത്രിയമ്മ ശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടന്ന് പെടയുവാണ്. ഈ സമയത്ത് അലോക് വിട്ടില്ല. നിങ്ങൾ ജീവിച്ചിരിക്കാനായിട്ട് ഇനി അർഹതയില്ല, നിങ്ങൾ മരിക്കാനും പറഞ്ഞുകൊണ്ട് കഴുത്തെല്ലാം കൂടി കുത്തിപ്പിടിച്ചോണ്ടിരുന്നു. പെട്ടെന്ന് സാവിത്രിയമ്മ അലറി വിളിച്ച് ഉറക്കത്തിന് ഞെട്ടി ഉണരുവാണ്. അതൊരു സ്വപ്നമായിരുന്നു, അലോക് തന്നെ കൊല്ലാൻ വരുന്നതായിട്ട്. അപ്പോഴേക്കും അനന്തനും അച്യുതനും അവരെല്ലാരും കൂടി ഓടി വരുവാണ്. എന്താമേ എന്തു പറ്റി? അമ്മ എന്താ വല്ല സ്വപ്നം കണ്ടോന്ന് ചോദിക്കും. അത് പിന്നെ ഞാനൊരു ദുസ്വപ്നം കണ്ടെന്ന് പറയണം. ദുസ്വപ്നോ? എന്ത് സ്വപ്നം കണ്ടേന്ന് അറിഞ്ഞും ചോദിക്കുക. അല്ല അത് പിന്നെ ഒന്നുമില്ല. ഇത് കേട്ടപ്പോ രാശ്രീ പറഞ്ഞു, അമ്മ ഓരോന്നൊക്കെ ആലോചിച്ചുണ്ട് ഇങ്ങനെ കിടക്കും, അതുകൊണ്ട് എങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുന്നേ? വെറുതെ എന്തിനാ ഇങ്ങനെ ആലോചിക്കണേ? നല്ല നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്ക് എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദിയത് പറഞ്ഞു, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിക്കാം. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയണം. ഞാൻ കിടന്നോളാം, നിങ്ങൾ പോയിക്കൊള്ളാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം? പിന്നെ സാവിത്രിയമ്മ കിടക്കുവാണ്. സാവിത്രിയമ്മയുടെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു. എന്തായി തീരുമെന്ന് അറിയത്തില്ല കാര്യങ്ങളൊക്കെ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും സത്യങ്ങളൊക്കെ അറിയും. അങ്ങനെ വന്നിട്ടുണ്ട്, പിന്നെ തൻ്റെ ഗതിയാവുന്നെന്ന് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു സാവിത്രിയമ്മയ്ക്ക്. ഈ സമയത്ത് രാമേട്ടനും ധർമ്മനും കൂടെ കൂടി ആകാശിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. എടാ ആകാശേ, അറിയാലോ നിനക്ക് ബാലിന്റെ സ്വഭാവം, പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ പറയാനായിട്ട് പോയത് എന്നൊക്കെ രാമേട്ടൻ പറയണം. അത് പിന്നെ രാമേട്ടൻ എടാ നീ അച്ഛനോട് പോയി സോറി പറ, നിന്റെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല നീ പറഞ്ഞൊക്കെ എന്ന് പറയണം. അവസാനം ആകാശനെ വിളിച്ചുകൊണ്ട് ബാലിന്റെ ഇടയിലേക്ക് ചെല്ലുവാണ് രാമേട്ടൻ. ഈ സമയം ബാലൻ ചോദിച്ചു, എന്താന്ന് ചോദിക്കണം. അത് പിന്നെ അച്ഛാ, ഞാൻ ആ സമയത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, അത് പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ബാലനൊന്നും മിണ്ടായിരുന്നു. രാമേട്ടൻ പറഞ്ഞു, ആകാശിന് മനസ്സിലായി അവൻ പറഞ്ഞു തെറ്റാന്നുള്ള കാര്യം, അങ്ങനെ തറതല പറയാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പൊ എന്താ ബാല, നീ ഇങ്ങനെ ഈ മുഖം വീർപ്പിച്ചിരിക്കല്ലേ, ഒന്ന് മാറ്റാനൊക്കെ പറയണം. പെട്ടെന്ന് ആകാശ് പറഞ്ഞു, അച്ഛനെ ഗോമതി സ്റ്റോഴ്സ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു, എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയ അച്ഛാന്നൊക്കെ പറയണം. ശരി, ഇനി ഇത് ആവർത്തിക്കാതിരുന്നാ മതി എന്നൊക്കെ ബാലൻ പറയണം. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്രയ്ക്കേ ഉള്ളുന്നേ, അതങ്ങോട്ട് പറഞ്ഞു തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇനിയിപ്പം കണ്ടോ, ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തിൽ അത് വലിയ പ്രശ്നമാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ എങ്ങനെ രാമേട്ടൻ പറയണം. അപ്പോഴേക്കും ആകാശിനൊരു സമാധാനമായി.
അല്ലെങ്കിലോ ആകാശിന്റെ മനസ്സിൽ ആകെപ്പാടെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ തന്നോട് മിണ്ടുന്നില്ലോ എന്നൊരു ചിന്ത. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ബാലൻ പറഞ്ഞു, അതെ അറിയാലോ ഇന്നത്തെ തിരക്ക് നിനക്ക് എന്താന്ന്. ഇന്ന് ഒന്ന് രണ്ട് കല്യാണ പാർട്ടിക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ ഇത് വന്നു കഴിയുമ്പത്തേനും കടയിൽ ആള് വേണം, അറിയാലോ. പിന്നെ നിങ്ങളെ ആരെയും കണ്ടോണ്ടല്ല ഞാൻ ഈ ഗോമതി സ്റ്റോഴ്സ് തുടങ്ങിയത് തന്നെ. എന്നാലും ആളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ ചെയ്യാൻ പറ്റില്ലേ, അതുകൊണ്ടാ എന്നൊക്കെ പറയണം. പിന്നീടാണെങ്കിൽ മിത്ര ഇങ്ങനെ ആപ്പാ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ആര്യം മുറിയിലേക്ക് അങ്ങോട്ട് കയറി വരുന്ന കണ്ടേ. ആര്യം മുറിയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, ബാഗ് തുറന്നു. ബാഗ് തുറന്ന് ആ കത്തി എടുക്കുന്നുണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് ടെൻഷനായി. മിത്ര അങ്ങോട്ടേക്ക് ചെന്നു. മിത്ര അങ്ങോട്ട് ചെന്നിട്ട് എന്താ ആര്യ എന്താന്ന് ചോദിക്കണം ഈ കത്തിയൊക്കെ. ഇത് പിന്നെ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിട്ടാന്ന് പറയാ. സ്വയരക്ഷയ്ക്ക് വേണ്ടിട്ടോ? ആരെയും കുത്താനോ കൊല്ലാനോ എന്തെങ്കിലും പോകുന്നുണ്ടോന്ന് ചോദിക്കുക. അതുകൊണ്ടൊന്നും അല്ലാന്ന് പറയണേ. പിന്നെന്തിനാ ആര്യ കത്തിയൊക്കെ? ഇതൊന്നും വേണ്ട, ഇതൊന്നും ശരിയാകത്തില്ലെന്ന് പറയണേ. മിത്രേ, ഞാൻ പറഞ്ഞല്ലോ ഇതാരും ഒന്നും ചെയ്യാൻ വേണ്ടിട്ടല്ല. പക്ഷെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇത് നമ്മളൊന്ന് കരുതണമെന്ന് പറയണം. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ മിഥുനെ കാണാൻ പോകുന്നോണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുത്തതെന്ന് ചോദിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോ തന്നെ ആര്യം പറഞ്ഞു, അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട, നീ ആ കാര്യം അങ്ങോട്ട് വിട്ടാരെ എന്നൊക്കെ പറയണ. ഈ സമയം മിത്ര പറഞ്ഞു, അന്നെങ്കിൽ ആ കത്തി ഇങ്ങോട്ടായിട്ട് ഞാൻ എടുത്തു വെക്കാന്ന് പറയണം. വേണ്ട, ഇങ്ങ് തരാൻ പറഞ്ഞില്ല ആര്യാന്ന് പറഞ്ഞിട്ട് ആരിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുവാണ് മിത്ര. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കത്തിക്ക് പിടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടയിൽ നിന്ന് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നേ. ബാലൻ നേരെ മിത്രയുടെ ഒക്കെ മുറിയിലേക്ക് വന്നേ. അങ്ങനെ വന്ന് മിത്ര എന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേനും ആര്യം പെട്ടെന്ന് കത്തി അങ്ങോട്ട് പുറയിൽ ഒളിപ്പിച്ചു. ഈ സമയത്ത് മിത്രൻ ഞെട്ടിച്ചു, എന്താ അങ്കിളെ, എന്താ കാര്യം ചോദിക്കാം. അല്ല മോളുടെ പനിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞോന്ന് ചോദിക്കും. കുഴപ്പമില്ല അങ്കിളെ. അല്ല എന്നിട്ട് എന്താ മരുന്ന് മേടിക്കാൻ പോകത്തെ? അതിന് മാത്രം പ്രശ്നമുണ്ടെന്ന് തോന്നിയില്ല. ആരും രാവിലെ ഒരു കാപ്പിയൊക്കെ ഇട്ടെന്നായിരുന്നു, അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ചൂടൊക്കെ കുറഞ്ഞു. അതിനുശേഷം വലിയ കുഴപ്പമില്ലാന്ന് പറയണം. ഇതേ മോളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തേലും അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയണം. എനിക്കറിയാം നിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. പകല് മുഴുവൻ കോളേജിൽ പോയിട്ട് വരും, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വന്നിരുന്ന് പഠനം. അതോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രി ഒരു 12-1 മണി വരെ ഇവന് വേണ്ടി കാത്തുകിട്ടി ഇരിക്കണ്ടേ. എല്ലാം കൂടെ ആയതുകൊണ്ടാന്ന് പറയണം. അതൊന്നും ഇല്ലെങ്കിലേ അതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ലെന്ന് പറയും. മോള് കുഴപ്പമുള്ളതല്ലെന്ന് പറഞ്ഞാലും എനിക്കറിയാലോ മോളുടെ മനസ്സെന്താന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പനി ഇതൊക്കെ വരുന്നതെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യുക, അവനോട് പറ, അവന് ആവശ്യത്തിനുള്ള ശമ്പളം തരാം, അവനോട് കടയിൽ വന്ന് നിൽക്കാൻ പറ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആര്യം പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കില്ല കടയിൽ വന്ന് നിൽക്കാൻ എന്ന് പറയണം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, അതെന്തുകൊണ്ടാ? ഞാൻ എന്താളും വന്ന് നിൽക്കില്ല. ഇനിയിപ്പോൾ എത്ര രൂപ ശമ്പളം തരാന്ന് പറഞ്ഞാലും 1,00,000 രൂപ ശമ്പളം തരാന്ന് പറഞ്ഞാലും ഞാൻ എന്താളും ഗോമതി സ്റ്റോഴ്സിൽ വന്ന് നിൽക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. ഇത് ബാലൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല. ബാലൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ബാലിന് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു അങ്ങനെ പറഞ്ഞൊക്കെ. പിന്നീട് ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ ബാലിനിരിക്കുകയാണ്. അപ്പം ബാലിൻ്റെ അടുത്തേക്ക് മീനാക്ഷി എല്ലുവാണ്. മീനാക്ഷി എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇന്നെന്തോ പ്രശ്നം ഉണ്ടായെന്നും അറിഞ്ഞ് കടയിൽ. അത് പിന്നെ ആകാശ് കുറച്ച് ലേറ്റ് ആയിട്ട് പോയി. രാവിലെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് കരുതിയതാ. ആ സമയത്ത് അച്ഛൻ രാവിലെ പോവുകയും ചെയ്തല്ലോ ഇവിടുന്ന്, അതുകൊണ്ട് അമ്മയോട് പറഞ്ഞിട്ട് ഇറങ്ങിയെന്നൊക്കെ പറയണം. സാരമില്ല മോളെ എന്നൊക്കെ ബാലൻ പറയണം. അല്ല അച്ഛാ, അച്ഛന് വിഷമായി ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണം. എന്തിനാ? അതിന് ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല 2-3 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് വീട്ടിലേക്ക് പോയില്ലേ, അത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാന്ന് പറയാം. അതൊക്കെയാണ് പ്രശ്നം. അതൊന്നും ഓർത്ത് ഇപ്പൊ തൽക്കാലത്തേക്ക് വിഷമിക്കണ്ട. ഇനി അതൊന്നും ആവർത്തിക്കാതിരുന്നാ മതി എന്നൊക്കെ മീനാക്ഷിയോട് പറയണം. മീനാക്ഷി ശരിയെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം എല്ലാവരും കൂടെ ആഹാരം കഴിക്കാതിരിക്കുകയാണ്. ഈ സമയത്ത് മീനാക്ഷിയും ഗോമതി അവിടെ ഇല്ല. ബാക്കി എല്ലാവരും കൂടെ ഇങ്ങനെ കഴിക്കാനിരിക്കുക. മിത്രയൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം അച്ഛനോട് പറയാണ്ടെന്ന് പറയണം. എന്ത് കാര്യം? അല്ലാതെ പറഞ്ഞു കഴിയുമ്പോൾ കേട്ട് കഴിയുമ്പോൾ അച്ഛൻ ദേഷ്യപ്പെടില്ലെന്ന് പറയണം. ദേഷ്യപ്പെടാനോ? അതിന് കാര്യം എന്താണെന്ന് അറിയാനല്ലേ ദേഷ്യപ്പെടുന്നുള്ള പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, അത് പിന്നെ ധറം പറഞ്ഞു, അതെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നീ പറയണ്ടെന്ന് പറയണം. പറയാതിരുന്നിട്ട് കാര്യമില്ല ധറം മാമ, ഞാൻ പറയാന്ന് പറയണം. അത് പിന്നെ അച്ഛാ നമ്മുടെ കടയൊന്ന് പുതുക്കി പണിതാലോ. ആ കടയുടെ ഫ്രണ്ടിലെ ഷട്ടറൊക്കെ മാറ്റിയിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് AC ഒക്കെ പിടിപ്പിച്ച് അതേപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലിങ്ങ് ചാടി എഴുന്നേറ്റു. ഫുഡ് കഴിക്കാതെ അങ്ങോട്ട് പോവാണ്. ധർമ്മം ചോദിച്ചു, നീ എന്ത് പരിപാടിയാടെ പറഞ്ഞെന്ന് ചോദിക്കും. എന്ത്? ഓഹോ, ഇപ്പൊ ഗോമതി സ്റ്റോഴ്സിനോട് നിനക്ക് പുച്ഛമായി തുടങ്ങിയല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ധർമ്മമാമ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. വേണ്ടടാ, നീ കൂടുതലൊന്നും ഉദ്ദേശിക്കണ്ട, എല്ലാം മനസ്സിലായെന്ന് പറയണം. നീ ഇത് എന്ത് ഭാവിച്ചാന്ന് മാത്രം അറിയത്തില്ലാത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ്. പിന്നീട് വിഷമിച്ച ആകാശം ഇരിക്കുന്ന സമയത്ത്
മീനാക്ഷി അങ്ങോട്ടേക്ക് വരുവാണ്. മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ആകാശം, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേനും ധർമ്മം കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ടിച്ചപ്പോൾ മീനാക്ഷി പറഞ്ഞു, അശു എന്തിനാ ആകാശം ഇങ്ങനെയൊക്കെ പറയാൻ പോയത് അച്ഛനോട്, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, എന്നാലും ബാലച്ചന്റെ കിളക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ, കട പൊളിച്ചു പണിയണം പോലും. വെറുതെ അല്ല ബാലച്ചൻ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയത്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ആ സമയത്ത് ആകാശനും മീനാക്ഷിക്കും ഭയങ്കര വിഷമമായി. പിന്നീട് മീനാക്ഷി ആകാശനോട് പറഞ്ഞു, അങ്ങനെയൊന്നും അച്ഛനോട് പറയാൻ പാടില്ലായിരുന്നു, അച്ഛന് ടെൻഷനായി കാണുമെന്ന് തോന്നേ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നേരെ ബാലിന്റെ മുന്നിലേക്ക് ആകാശനും കൊണ്ട് കൊണ്ടുവരുവാണ്. എന്നിട്ട് മീനാക്ഷി പറഞ്ഞു, അച്ഛാ ആകാശ് ആ സമയത്ത് എന്തൊരു പൊട്ടത്തരം പറഞ്ഞ അച്ഛനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, അച്ഛൻ ക്ഷമിച്ചേക്കാൻ പറയണം. ആകാശ് പറഞ്ഞു, അതെ അച്ഛാ എനിക്ക് അങ്ങനെ പറയണം തോന്നി, ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതിന് അച്ഛൻ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാ. വിഷമോ എനിക്കൊരു വിഷമോ ഇല്ലെന്ന് പറയണം. ഞാൻ നീ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു പറയണം. അങ്ങനെ തുടങ്ങണോ വേണ്ടയാന്ന്. അത് വേണ്ട അച്ഛാ. ഇത് കേട്ടാ ബാലൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന നല്ല കാര്യമാണെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലോ, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, വേണ്ട, ഗോമതി സ്റ്റോഴ്സ് എന്നും ഗോമതി സ്റ്റോഴ്സ് ആയിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കണം. അത് ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ അങ്ങ് ചാടിക്കയറി പറഞ്ഞു പോയതാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ധർമ്മനൊക്കെ പറഞ്ഞു, നീയൊക്കെ എന്ത് പരിപാടിയാടാ കാണിച്ചേ, ഗോമതി സ്റ്റോഴ്സ് ഇപ്പോഴും നിനക്കൊരു പുച്ഛമല്ലേ, അതിനിപ്പം ഭംഗി പോരല്ലേ എന്നൊക്കെ ചോദിക്കുക. അല്ല അത് പിന്നെ മാമ നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം. അപ്പോഴേക്കും ആനന്ദം അത് തന്നെ പറയണം. ഈ സമയം ആകാശിന് ദേഷ്യം വന്നിട്ട് ആകാശ് അങ്ങോട്ടേക്ക് പോവാണ്. എല്ലാരും കൂടെ ചുറ്റും നിന്ന് കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പം പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വരുന്ന കഴിഞ്ഞപ്പോൾ ആനന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആനന്ദിനോട് ചോദിച്ചു, ആനന്ദേട്ടാ കാര്യം, പക്ഷെ ഇവിടെ എന്തോ ഒരു വലിയ പ്രശ്നം നടക്കാൻ പോകുന്നുണ്ടെന്ന് പറയണ. പ്രശ്നം എന്ത് പ്രശ്നം? അല്ല ഞാൻ പറഞ്ഞു അങ്ങോട്ട്. അല്ല ആനന്ദേട്ടൻ തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കേ, ഇപ്പൊ തന്നെയാണെങ്കിലും ഈ ആകാശ തറുതല പറയുന്നുണ്ടോ അച്ഛനോട്, അങ്ങനെയൊക്കെ പറയാൻ കൊള്ളുന്ന കാര്യമാണോ? വെറുതെ ഒരു കാര്യമില്ലാത്ത സമയത്താണ് ആകാശ് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, ആകാശ് അവന്റെ ഭാഗം പറഞ്ഞു, അച്ഛനത് സമ്മതമല്ലായിരുന്നു, അത് അവിടെയും കൂടെ തീർന്നു, പിന്നെ അതിനെക്കുറിച്ച് ഇനി കുത്തി പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. ശ്രീദേവി പറഞ്ഞു, എന്നാലും ബാലച്ചന്റെ മുഖത്ത് നോക്കി എങ്ങനെ ആകാശിന് ഇതൊക്കെ പറയാൻ തോന്നും, കുറച്ച് കഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആനന്ദിനെ എരിപുരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.